ആൽബിസ് ലേസ്റ്റക്കാർ 2026 വേൾഡ് കപ്പിനായി അണിഞ്ഞൊരുങ്ങുകയാണ്. ഇത്തവണയും സ്കലോണിക്കു കീഴിൽ താങ്കൾക്ക് ആ കിരീടം നിലനിർത്തണം. കിരീടം നേടാനല്ല, മറിച്ച് താങ്കളുടെ പക്കലുള്ള കിരീടം നിലനിർത്താനാണ് ഇത്തവണ വേൾഡ് കപ്പിനെത്തുന്നതെന്ന് സ്കലോണി പറഞ്ഞതാണ്. അതുകൊണ്ട് താങ്കൾക്ക് ഇത്തവണയും ആ കിരീടം നിലനിർത്തണം. അതിന് ശക്തമായ സ്ക്വാഡും കൊണ്ടാണ് അർജന്റീനൻ സൂപ്പർ താരങ്ങളെയുമായി സ്കലോണി ഇത്തവണയും വേൾഡ് കപ്പിന് ഫ്ലൈറ്റ് കയറുന്നത്. ചരിത്രത്തിലാദ്യമായി ഒരു ടെൻഷൻ ഫ്രീ അർജന്റീന കളിക്കുന്നത് നമുക്ക് കാണാം. മുൻപിൽ ബാധ്യതകളില്ല, കടപ്പാടുകളില്ല. കാരണം അവർ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്. കോപ്പയും ഫൈനലിസിമയും വേൾഡ് കപ്പും അടക്കം എല്ലാം സ്കലോണി അർജന്റീനക്കായി നേടിക്കൊടുത്തിട്ടുണ്ട്. കിരീടമില്ലാത്തവരെന്ന് പറഞ്ഞ് എണ്ണിപ്പറഞ്ഞ വർഷങ്ങളുടെ കാത്തിരിപ്പില്ല. ആരാധകരുടെയോ രാജ്യത്തിൻ്റെയോ കടുത്ത സമ്മർദ്ദമില്ലാതെ ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് അർജന്റീന 2026 വേൾഡ് കപ്പിനെത്തുകയാണ്. അതിസമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് പ്രഷറൊന്നുമില്ലാതെ കളിക്കുന്ന അർജന്റീന കൂടുതൽ അപകടകാരികളാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ മറിച്ച് പലരും പറയുന്നത് ടെൻഷൻ ഫ്രീ ആയി ഈ വേൾഡ് കപ്പ് കളിക്കുന്ന അർജന്റീനയുടെ പണി പാളുമെന്ന സാധ്യതയും പലരും വിലയിരുത്തുന്നുണ്ട്. അതിന് കാരണങ്ങളേറെയാണ്. നമുക്ക് നോക്കാം. ഈ ടെൻഷൻ ഫ്രീ എന്നുള്ളത് അർജന്റീനക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതകളും ഏറെയാണ്. 2022 വേൾഡ് കപ്പിലേക്ക് അർജന്റീന എങ്ങനെയാണ് വന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണ്. അദ്ദേഹത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഉറച്ച ആ 26 സ്ക്വാഡിനെയും കൊണ്ടാണ് സ്കലോണി ഖത്തറിലേക്ക് വിമാനം കയറുന്നത്. ലിയോക്കായി ഇത്തവണ അവർ കിരീടം നേടണം. അതിനായുള്ള ഒരു ശക്തമായ ടീമിനെയും ഒരുക്കി വന്ന സ്കലോണിക്ക് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ സൗദിയോട് അമ്പേ പരാജയമാണ് ഏറ്റത്. എന്നാൽ അവിടം കൊണ്ട് തളർന്നില്ല. ഈ ടീം തിരിച്ചു വരുമെന്ന് ലിയോയും സ്കലോണിയും ആരാധകരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം മെസ്സിക്ക് മുന്നിൽ മറ്റൊന്നുമില്ല, തൻ്റെ അവസാന ആട്ടമാണ്. അത് ഒരു പ്രഷറുമില്ലാതെ ഈ വേൾഡ് കപ്പിൽ ആടിത്തീർക്കണം. വേൾഡ് കപ്പിൽ കിരീടമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം. 2014 നഷ്ടപ്പെട്ട ആ ചുണ്ടകളിൽ നിന്ന് നഷ്ടപ്പെട്ട കിരീടം തിരിച്ചു പിടിക്കണം. അതിന് തന്നെയായിരുന്നു മെസ്സി ഖത്തറിലെത്തിയത്. തൻ്റെ ഇടംകാല് കൊണ്ട് മാക്സിമം നൽകണം. അത് ലിയോ പല മത്സരങ്ങളിലും ഗ്രൗണ്ടിൽ നടപ്പാക്കി. അർജന്റീനക്കും മെസ്സിക്കും വേണ്ടി ഏതറ്റം വരെയും മരണം വരെ പോരാടാൻ ശേഷിയുള്ള 11 താരങ്ങളെയാണ് സ്കലോണി എപ്പോഴും ഗ്രൗണ്ടിൽ വിന്യസിച്ചിരുന്നത്. മെസ്സിക്കായി അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനായി അവർക്കത് നേടണമായിരുന്നു. മെസ്സിക്കായി എന്തു നൽകാൻ ശേഷിയുള്ളവർ ഓരോ മത്സരത്തിലും ഗ്രൗണ്ടിലായി അവരുടെ മാക്സിമം നൽകിക്കൊണ്ടിരുന്നു. ലിയോ മെസ്സിക്കായി ഞാനിത് തടഞ്ഞിടുമെന്ന് പറഞ്ഞ എമിലിയാനോ മാർട്ടിനസിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എത്ര മനോഹരമായാണ് അയാൾ 2 പെനാൽറ്റികളിൽ അർജന്റീനയെ രക്ഷിച്ച് കിരീടത്തിലേക്ക് എത്തിച്ചത്. ഗോൾ വഴങ്ങിയാലും സമ്മർദ്ദമില്ലാതെ കളിക്കുന്ന അർജന്റീന ഈ വേൾഡ് കപ്പിൽ എത്ര മനോഹരമായാണ് കണ്ടത്. വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരെ ഫൈനലിൽ അർജന്റീന 3 ഗോളുകൾക്ക് സമനില പിടിച്ചപ്പോഴും അർജന്റീനക്ക് മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കിരീടം നേടണം. അതിന് പിന്നെ എമിലിയാനോയുടെ കൈകൾ ഭദ്രമായിരുന്നു. എമിലിയാനോ അങ്ങനെ അർജന്റീനക്ക് കിരീടം നേടിക്കൊടുക്കുന്നു. മോണ്ടിയലിൻ്റെ അവസാന കിക്ക് ഗോൾ വലയിലെത്തുന്നതോടെ ലിയണൽ മെസ്സിയും അർജന്റീനയും ലോകവും എന്താഗ്രഹിച്ചോ അത് ലുസൈൽ സ്റ്റേഡിയത്തിൽ പിറക്കുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. ലിയോ തന്നെ പറയുന്നു, 22 വേൾഡ് കപ്പ് തൻ്റെ അവസാന വേൾഡ് കപ്പാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. അങ്ങനെ മെസ്സിയും കൂട്ടരും 26 വേൾഡ് കപ്പിനെത്തുമ്പോൾ 22 കണ്ടതുപോലെ അർജന്റീനക്ക് മുന്നിൽ വലിയ ബാധ്യതകളില്ല. രാജ്യം ചുമത്തുന്ന ആ വലിയ പ്രഷറുമില്ല. ഇത്തവണ അർജന്റീന ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഗ്രൗണ്ടിലുടനീളം കളിക്കും. എങ്കിലും 2022 അർജന്റീനയിൽ ഓരോ താരങ്ങളും നൽകിയ ഉരുക്ക് വീര്യമുള്ള ആ പ്രകടനം ഇത്തവണ അർജന്റീന പുറത്തെടുക്കുമോ, അല്ലെങ്കിൽ അവർക്ക് പുറത്തെടുക്കാൻ സാധിക്കുമോ? എല്ലാം കാത്തിരുന്നു കാണേണ്ടതാണ്. ഈ ടെൻഷൻ ഫ്രീ അർജന്റീനക്ക് ഒരു പണിയാകുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അല്ലെങ്കിൽ ഏറ്റവും മൂർച്ചയുള്ള അർജന്റീനയെ നമുക്ക് ഗ്രൗണ്ടിൽ 26 വേൾഡ് കപ്പിലും കാണാനാകുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം.